നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് സംബന്ധിച്ച് CPM-മായി നടത്തിയ ചർച്ച തൃപ്തികരമല്ലെന്ന് RJD. 3 സീറ്റ് അധികമായി വേണം. തിരുവനന്തപുരത്തും ചാലക്കുടിയിലും ഓരോ സീറ്റുകൾ വേണം. കോഴിക്കോട് ഒരു അധിക സീറ്റ് ലഭിക്കണമെന്നും RJD സംസ്ഥാന സെക്രട്ടറി വർഗീസ് ജോർജ് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ ഒരു സീറ്റും, തൃശ്ശൂർ ഒരു സീറ്റും, കോഴിക്കോട് ജില്ലയിൽ ഒരധിക സീറ്റ് എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ CPM നേതാക്കൾ സഖാക്കള് വിജയരാഘവൻ, സഖാവ് ഗൗതം മാഷ്, സഖാവ് TP രാമകൃഷ്ണൻ CPM-ഉമായിട്ടായിരുന്നു ഉഭയകക്ഷി. അവർ പറഞ്ഞത് സ്റ്റാറ്റസ് കോ ആണ്, നിലവിലുള്ള സ്ഥിതി നിലനിർത്തുക എന്നുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പൊതുവായി ഒരു സീറ്റും അനുവദിക്കാൻ കഴിയില്ലെന്നുള്ള നിലപാടാണ് അവർ ഈ അധിക സീറ്റുകൾ നമുക്ക് ലഭിക്കണം എന്ന് തന്നെയാണ്. അതിൻ്റെ യുക്തി ഞങ്ങൾ അവിടെ അവതരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ആ ഉഭയകക്ഷി ചർച്ച തൃപ്തികരമല്ലായിരുന്നു. സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു CPM-ന്റെ നിലപാട്. അനീസ് അലി ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അനീസ് അലി, CPM-മായി ചർച്ച നടത്തി, പക്ഷേ വിഷയത്തിൽ തൃപ്തികരമല്ല. RJDക്ക് 3 സീറ്റ് വേണമെന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതൊക്കെ സീറ്റാണ് പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത്? എന്തായിരിക്കും LDF-ന്റെ നിലപാട്? നിലവിൽ CPM നേതൃത്വവുമായി നടത്തിയ ചർച്ച തൃപ്തികരമല്ല എന്ന കാര്യം ഇന്ന് ചേർന്ന RJDയുടെ നേതൃയോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. അതേ തുടർന്ന് പക്ഷേ ഈ പാർട്ടി ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. കോഴിക്കോടാണ് നേതൃയോഗം ചേർന്നിരുന്നത്. ജില്ലാ സെക്രട്ടറിമാരുടെ നേതൃത്വവും ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ആവശ്യം തന്നെ ഉന്നയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി CPM നേതൃത്വത്തെയും LDF നേതൃത്വത്തെയും കാണാനാണ് RJD നേതൃത്വം നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം മറ്റ് തീരുമാനങ്ങൾ കടക്കും എന്നാണ് അറിയിക്കുന്നത്. നിലവിൽ 3 സീറ്റിലാണ് RJD മത്സരിക്കുന്നത്. ഇത് കൂടാതെ 3 സീറ്റുകൾ കൂടി അധികം വേണം എന്നാണ് ഇപ്പോൾ അവർ ആവശ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ അവർ മത്സരിക്കുന്ന സീറ്റുകൾ കൽപ്പറ്റ, കൂത്തുപറമ്പ്, വടകര. ഇതിൽ കൂത്തുപറമ്പ് മാത്രമാണ് അവർ ഇത്തവണ വിജയിച്ചിട്ടുള്ളത്. കൽപ്പറ്റയിൽ MV ശ്രേയാംസ്കുമാർ മത്സരിച്ച സീറ്റ് പരാജയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ വടകരയിലും അവർ പരാജയപ്പെട്ടിരുന്നു. 3 സീറ്റുകൾ മത്സരിക്കുന്ന RJDക്ക് തങ്ങൾക്ക് അതിനുള്ള ശക്തി ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇനി 3 സീറ്റുകൾ കൂടി, അത് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു സീറ്റ് കൂടി, അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലെ ചാലക്കുടി അവർ പറയുന്നുണ്ട്. ചാലക്കുടിയിൽ ഒരു സീറ്റ് വേണം, കോഴിക്കോട് ഒരു അധിക സീറ്റ് കൂടി വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യങ്ങളിൽ നിന്ന് ഒരല്പം പോലും പിറകോട്ട് പോകാൻ തങ്ങൾ തയ്യാറല്ല. ഈ ആവശ്യം കുറെ കൂടി ശക്തമായി LDF-ന് മുന്നിലും CPM-ന് മുന്നിലും ഉന്നയിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ അത് സംബന്ധിച്ച് ഇനി അങ്ങനെ നീതി ലഭിക്കുന്നില്ല എങ്കിൽ എന്താണ് എന്നത് അത് ആ ഒരു ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കും എന്നാണ് അവർ ഇപ്പോൾ അറിയിച്ചത്. എന്തായാലും ആ ഉഭയകക്ഷി ചർച്ച തൃപ്തികരമായിരുന്നില്ല. CPM നേതാക്കൾ നേരത്തെ ഉറപ്പ് നൽകിയതായിരുന്നു. അതായത് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ പാർട്ടിക്ക് നൽകിയ ഉറപ്പാണ് അധിക സീറ്റ് എന്നത്. പക്ഷെ ആ കാര്യത്തിൽ നിലവിലെ നേതൃത്വം അനുകൂല സമീപനം അല്ല സ്വീകരിക്കുന്നത്. ആ ചർച്ച തൃപ്തികരമായിരുന്നില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇനി ഭാവി തീരുമാനങ്ങൾ ഒരു തവണ കൂടി LDF നേതൃത്വവുമായും അതുപോലെ തന്നെ CPM നേതൃത്വവുമായി ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയും അതിനുശേഷം അനുകൂല സമീപനം ഇല്ല എങ്കിൽ തുടർ നടപടികൾ പിന്നീട് ആലോചിക്കുകയും ചെയ്യുക എന്നതാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കാര്യങ്ങൾ കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം പങ്കുവെക്കുന്നത്.